ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണ്. നമുക്ക് ഈ സ്പാനിഷ് ഓംലേറ്റിൻ്റെ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം. സ്പാനിഷ് ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവാള മീഡിയം സൈസിലത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ സവാളയും നമുക്ക് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സ്പാനിഷ് ഓംലേറ്റിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയൻ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയനും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പൊട്ടറ്റോ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വാളയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരുന്ന സ്പ്രിംഗ് അണിയനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ പൊട്ടറ്റോ ഒന്ന് വെന്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞെടുത്ത സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ ഒലിവ് ഓയിലൊന്ന് വെന്ത് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചൂടെ വെക്കാം. പൊട്ടറ്റോയിൽ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉപ്പല്ലാതെ പിടിച്ച് പൊട്ടറ്റോയ്ക്ക് ഒരു പ്രത്യേക രുചി വരും. മുട്ടയിലിടുന്നതിനും നല്ല രുചിയായിരിക്കും. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം വറുത്ത് വരാറായിട്ടുണ്ട്. പൊട്ടറ്റോ വെന്തിട്ടുമുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടെ ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊട്ടറ്റോ ഒന്നും കൂടെ നോക്കാം. നന്നായിട്ട് വറുത്ത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയാണ് എടുത്തത്. ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തെങ്കിലും അതിൽ നിന്നും ഞാനൊരു 1/4 ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവുള്ള മുളകാണ്. നല്ലപോലെ ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. വെന്ത പൊട്ടറ്റോയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പൊട്ടറ്റോയ്ക്ക് ഒരു പിഞ്ച് ഉപ്പേ ഇട്ടുള്ളൂ. ഇപ്പോഴാണ് എല്ലാത്തിനും ആവശ്യത്തിന് ഉപ്പായത്. നമുക്കിനി ഇത് ഓംലെറ്റ് ആക്കി എടുക്കാം. ആ സെയിം പാൻ തന്നെ വീണ്ടും ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ ഓംലെറ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒരു 6 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് വെന്തെടുക്കണം. നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് നോക്കാം. ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടുന്നതിന് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു പാത്രം കമത്തിയിട്ട് അതിൽ കൈവച്ചുകൊണ്ട് നമുക്ക് തിരിച്ചിടണം. പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു 6 മിനിറ്റ് നമുക്കത് വേകാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓംലെറ്റ് ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് പ്ലേറ്റ് വെച്ച് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. സ്പാനിഷ് ഓംലെറ്റ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ.
നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്